സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഈ ബാലുശ്ശേരി ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചിരിക്കുന്നു. ആദ്യമായി ഈ സായാഹ്ന സംഗമം ഉദ്ഘാടനം ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ രാജ്യം അതീവ ഗുരുതരമായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ തന്നെ വംശവെറിയും മതവൈരവും ഉൽപ്പാദിപ്പിക്കുന്ന അജണ്ടകൾ ഓരോന്നോരോന്നായി പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. രാജ്യം 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങിയപ്പോഴേ നരേന്ദ്രമോദിയും കൂട്ടരും രാജ്യത്ത് നടത്താൻ പോകുന്ന വർഗീയ പ്രചാരണങ്ങളെക്കുറിച്ച് രാജ്യത്തെ മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ വിശാരദന്മാരും മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ രാജ്യത്ത് 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ബിജെപിക്ക് മനസ്സിലായി 2019 പോലെ എളുപ്പമാവില്ല 2024 തെരഞ്ഞെടുപ്പെന്ന്. മാത്രമല്ല, രാജ്യത്തെ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുമ്പോൾ 2019 അപേക്ഷിച്ച് 4% കുറവ് ആളുകളാണ് പോളിംഗ് ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള രാഷ്ട്രീയ വിശകലനങ്ങൾ ഇന്ത്യയിൽ അടിക്കടി അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രചാരണത്തിന്റെ ഭാഗമായി ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് പോലും പിൻവാങ്ങുന്ന സാഹചര്യം നിലനിൽക്കുന്നുവെന്നാണ്. 2ാം ഘട്ടം കടക്കവേ വ്യാപകമായ രീതിയിലുള്ള വിദ്വേഷ പ്രചാരണമാണ് നരേന്ദ്രമോദി രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജസ്ഥാനിലെ ജലോറിലും ബൻസ്വാഡയിലും തെരഞ്ഞെടുപ്പ് സമ്മേളനത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവന അങ്ങേയറ്റം പൈശാചികമായ പ്രസ്താവനയാണ്. മൻമോഹൻ സിംഗ് എപ്പോഴോ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ തലയും വാലും കട്ട് ചെയ്ത് അതിൽ നിന്ന് ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ട് അതിനെ പ്രതിരോധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം കുട്ടികളെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന നുഴഞ്ഞുകയറ്റക്കാർക്ക് രാജ്യസമ്പത്തിന്റെ ആദ്യാവകാശം പതിച്ചു നൽകാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ്. അങ്ങേയറ്റം മര്യാദയുടെ ലംഘനമാണ് നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. RSSലാൽ ഊട്ടപ്പെട്ട ഒരു മനുഷ്യൻ ഏതു തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തും എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. 140 കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദി ഒരു കവലച്ചട്ടമ്പിയെ പോലെ സംസാരിക്കുന്നതിന്റെ നേർക്കാഴ്ചകളാണ് ഇന്ത്യയുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഒരു അധികാരിയിൽ നിന്ന്, ഒരു ഭരണാധികാരിയിൽ നിന്ന് നരേന്ദ്രമോദി RSSന്റെ നാഗ്പൂരിലെ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിൽ വന്ന ആളല്ല. ഇന്ത്യൻ മതേതരത്വത്തിന്റെയും
ജനാധിപത്യത്തിന്റെയും പഴുതുകളിലൂടെയാണ് അദ്ദേഹം കടന്നു വന്നിട്ടുള്ളത്. അഥവാ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം കടന്നു വന്നിട്ടുള്ളത്. നരേന്ദ്രമോദി ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഈ രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കുന്ന, അവരെ വംശവെറിയുടെ രാഷ്ട്രീയ അരാജകത്വത്തിന്റെ തീക്കാറ്റിലേക്ക് തള്ളിയിടുന്ന പ്രസ്താവനയുമായിട്ടാണ് നരേന്ദ്രമോദി മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ വ്യാപകമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, വ്യാപകമായ രീതിയിലുള്ള പരാതികളുടെ പ്രവാഹങ്ങൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ ഇതിനകം വന്നു കഴിഞ്ഞു. യാതൊരുവിധ നടപടിയുമില്ല, യാതൊരു അനക്കവുമില്ല. ഇത് നഗ്നമായ തെരഞ്ഞെടുപ്പ് ലംഘനമാണ്, തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് എന്ന് മാധ്യമ പ്രവർത്തകന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെറുവിരൽ അനക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാലത്തിന്റെ നാൾ വഴിയിൽ രാജ്യത്തിന്റെ പരമാധികാരം കവർന്നെടുക്കാൻ കടന്നു വന്ന വൈദേശികാധിപത്യത്തിനെതിരെ ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ വീരഗാഥകൾ നയിച്ചവരാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ. നരേന്ദ്രമോദി പറയുന്നത്, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം സംവരണം കൊടുക്കില്ല മുസ്ലിങ്ങൾക്ക് എന്നാണ്. പക്ഷേ നരേന്ദ്രമോദിയോട് അസന്നിഗ്ധമായ ഭാഷയിൽ പറയട്ടെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ തറവാട് സ്വത്തിൽ നിന്ന് അരച്ചാണിന് ആവശ്യമായ ഭക്ഷണ പദാർത്ഥം പോലും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ചോദിക്കുന്നില്ല. മറിച്ച് അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല. അത് ഭരണഘടനാ വിരുദ്ധമാണ്, അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്, അത് ജനാധിപത്യ വിരുദ്ധമാണ്. ഈ രാജ്യം എങ്ങനെ ഉണ്ടായതാണ്? ഈ രാജ്യം ഒരുപാട് പോരാട്ടത്തിന്റെ സമരത്തിന്റെ ഭാഗമായി ഉണ്ടായതാണ്. ഒരു സുപ്രഭാതത്തിൽ ജനാധിപത്യവും മതനിരപേക്ഷതയും നമ്മളുടെ കൈവെള്ളയിൽ ആരും വെച്ചു തന്നതല്ല. നിരന്തരമായ പോരാട്ടമുണ്ടായിട്ടുണ്ട്. മലബാറിന്റെ ഓളങ്ങളെയും അറബിക്കടലിന്റെ തീരങ്ങളെയും സ്വാതന്ത്ര്യ സമര മുഖമാക്കി മാറ്റിയ ധീരദേശാഭിമാനികളുടെ പിന്മുറക്കാരാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ. ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ മാത്രമാണോ നരേന്ദ്രമോദി ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ രാജ്യത്തെ ദലിതുകളെ, ഈ രാജ്യത്തെ ക്രൈസ്തവരെ, ഈ രാജ്യത്തെ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളെ ഓരോരുത്തരെയായി കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. 2014 അധികാരത്തിലേറിയ നരേന്ദ്രമോദി 10 വർഷത്തിന് ശേഷം, അഥവാ 5 വർഷത്തിന് ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോ രാജ്യത്തെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? 2014 ശേഷം രാജ്യത്തെ എല്ലാ വികസന സൂചികയും പുറകോട്ടാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആഗോള പട്ടിണി സൂചിക പരിശോധിച്ചാൽ ഇന്ത്യയുടെ സ്ഥാനം 111ാം സ്ഥാനത്താണ്. രാജ്യത്തെ ജനങ്ങള് വിശന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി മൺകുടം വെച്ച് മണിക്കൂറുകളോളം ടാപ്പുകൾക്ക് മുന്നിൽ ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി കാത്തുകെട്ടിക്കിടക്കുന്ന അമ്മമാരുടെയും ഉമ്മമാരുടെയും ക്യൂവിൽ ഈ രാജ്യത്തെ മുസ്ലിങ്ങളുണ്ട്, ഈ രാജ്യത്തെ ക്രിസ്ത്യാനികളുണ്ട്, ഈ രാജ്യത്തെ ഹൈന്ദവരുണ്ട്, ഈ രാജ്യത്തെ മതമില്ലാത്തവരുണ്ട്, ഈ രാജ്യത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളുണ്ട്. നരേന്ദ്രമോദി പറയുന്നത് മോദിയുടെ ഗ്യാരണ്ടിയെ കുറിച്ചാണ്. മുത്തലാഖ് നടപ്പിലാക്കിയിരിക്കുന്നു, അതിവൈകാതെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് പറയുന്നു. എത്രയോ സഹോദരിമാർ ശ്വാസോച്ഛ്വാസം നടത്താൻ ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങളെ തോളിലെത്തിക്കൊണ്ട് പോഷകാഹാരക്കുറവ് മൂലം തങ്ങളുടെ പ്രിയപ്പെട്ട ഓമന മക്കൾ മരിച്ചു വീഴുന്നത് കാണാൻ വിധിക്കപ്പെട്ട കോടിക്കണക്കിന് അമ്മമാർ പാർക്കുന്ന ഒരു രാജ്യത്ത് അവരെല്ലാ മതവിഭാഗങ്ങളുമുണ്ട്. നരേന്ദ്രമോദി ഇന്ത്യൻ മുസ്ലിങ്ങളുടെ കണ്ണീർ പെൺകുട്ടികളുടെ, ഇന്ത്യയിലെ മുസ്ലിം പെൺകുട്ടികളുടെ കണ്ണീരൊപ്പാൻ ഞാനിതാ മുത്തലാഖ് നടപ്പിലാക്കുന്നു എന്ന് പറയുന്നു. കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുന്നു എന്ന് പറയുന്നു. രാജ്യത്തെ പട്ടിണി ഇല്ലാതെയാക്കിയതിന്റെ, രാജ്യത്തെ വിദ്യാഭ്യാസ വികേന്ദ്രീകരണത്തിന്റെ, രാജ്യ പുരോഗതിയുടെ, രാജ്യത്തെ ജനജീവിതം പുരോഗതിയിലേക്ക് കൊണ്ടുവന്നതിന്റെ എന്തെങ്കിലും ഒന്ന് നരേന്ദ്രമോദിക്ക് പറയാനുണ്ടോ?
നരേന്ദ്രമോദിക്ക് പറയാനില്ല. ഞാൻ ആ ഭാഗത്തേക്ക് ദീർഘമായി കടക്കുന്നില്ല. കേരളത്തിലെ BJP മത്സരിക്കുന്നുണ്ടല്ലോ പല സംസ്ഥാനങ്ങൾ, പല ജില്ലകളിലും. ആ കൂട്ടത്തില് സുരേഷ് ഗോപി മത്സരിക്കുന്നു തൃശ്ശൂരില്. എന്നാൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മത്സരിക്കുന്നത് വയനാട്ടിലാണ്. സുരേന്ദ്രന്റെ പ്രചരണത്തിൽ ഏറ്റവും ഉയർന്നു വന്ന കാര്യം എന്താണ്? വയനാട്ടിലെ ജനങ്ങളോട്. പക്ഷെ ഒരു കാര്യമുണ്ട്, കേരളത്തിൽ BJP സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ വോട്ട് ലഭിക്കുന്നത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുരേന്ദ്രൻ എന്താ പറയുന്നത്? സുരേന്ദ്രൻ പറയുന്നത് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുമെന്നാണ്. സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റിയാൽ വയനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാകുമോ? വയനാട്ടിലെ വന്യമൃഗ ശല്യത്തിന് പരിഹാരമുണ്ടാകുമോ? വയനാട്ടിലെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള വികസനമുണ്ടാകുമോ? ഇതേ പ്രചരണമാണ് ഇന്ത്യയിൽ ഉടനീളം രാജ്യത്തെ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്, RSS നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് നുഴഞ്ഞു കയറിയത് ഇന്ത്യ രാജ്യത്ത്? ഈ രാജ്യത്തെ പടുത്തുയർത്തിയവരാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ. താജ്മഹൽ പോലെ, ചെങ്കോട്ട പോലെ അമ്പരചുംബികളായ മനോഹരമായ ലോകത്തെ മഹാത്ഭുതങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അനേകം സമുച്ചയങ്ങൾ, അനേകം സംഭാവനകൾ ഈ രാജ്യത്തിന് നൽകിയവരാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ മുസ്ലിങ്ങളും ഈ രാജ്യത്തെ ക്രിസ്ത്യാനികളും ഈ രാജ്യത്തെ ഹൈന്ദവരും ഈ രാജ്യത്തെ മതമില്ലാത്തവരും മതമുള്ളവരുമെല്ലാം ഒന്നിച്ചു വസിക്കണമെന്നാണ് രാജ്യത്തിന്റെ ഭരണഘടന ആഗ്രഹിക്കുന്നത്. ആ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് തുരങ്കം വെക്കാനാണ് നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളോട് ഞാൻ ചോദിക്കട്ടെ, 2002 മുമ്പ് നരേന്ദ്രമോദിയുടെ ഇടം എവിടെയായിരുന്നു? ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. നരേന്ദ്രമോദി ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ നെറുകയിലേക്ക് വരുന്നത് 2002 ഗുജറാത്ത് കലാപത്തിലൂടെയാണ്. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, മനുഷ്യന്മാർ പൊതുവെ വയസ്സായാലെങ്കിലും ഒന്ന് നന്നാവും. എന്നാൽ വയസ്സായിട്ടും മുഴുത്ത വർഗീയത മാറാതെ മുഴുത്ത വർഗീയതയുമായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭരണാധികാരി എപ്പോഴാണ് കളവ് പറയാൻ തുടങ്ങുന്നത്? ഒരു ഭരണാധികാരി കളവ് പറയാൻ തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ വാദഗതികൾ ദുർബലമാകുമ്പോഴാണ്. ഒന്നും പറയാനില്ല രാജ്യത്തെ ജനങ്ങളോട്. പട്ടിണിയില്ലാതെയാക്കിയ ഇതിന്റെ കഥ പറയാനില്ല. അവശ്യ സാധനങ്ങൾക്ക് വില കുറച്ചതിന്റെ കഥ പറയാനില്ല. നമുക്കറിയും, ഒരു ഡോക്ടർ ഗോരഖ്പൂർ ഹോസ്പിറ്റലിൽ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കുഞ്ഞുങ്ങൾ മരിച്ചു വീണപ്പോ അവർക്ക് ഓക്സിജൻ സിലിണ്ടറുകൾ കൊണ്ടുകൊടുത്തു എന്നുള്ളതായിരുന്നു ആ ഡോക്ടർ ചെയ്ത തെറ്റ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ എല്ലാ പുരോഗതിക്കും എതിരായി നിന്നിട്ടുള്ള, ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊള്ളുമ്പോ അതിനെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ള പാരമ്പര്യമാണ് ഈ രാജ്യത്തെ RSSന്റെ പാരമ്പര്യം. ഈ രാജ്യത്തിന്റെ ശത്രുക്കൾക്കെതിരെ എക്കാലത്തും പടപൊരുതിയ പാരമ്പര്യമാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ അടങ്ങുന്ന പിന്നോക്ക ജനവിഭാഗത്തിന്റെ പാരമ്പര്യം. അതുകൊണ്ട് തന്നെ BJPയുടെ RSSന്റെ നരേന്ദ്രമോദിയുടെ സർട്ടിഫിക്കറ്റിന് ക്യൂ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഇന്ത്യയിലെ മതേതര വിശ്വാസികളെ BJPക്കാരെ നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്നാണ് പറയാനുള്ളത്. BJP വീണ്ടും വന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായ ബോധ്യം നമുക്കുണ്ട്. ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. രാജ്യത്തെ തന്നെ ഇല്ലാതെയാക്കുവാനുള്ള ശ്രമമാണ് രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അവസാന ശ്വാസവും ഇല്ലാതെയാക്കുന്ന, രാജ്യത്തിന്റെ കാവൽക്കാരായ കർഷകരുടെ ജീവിതം എന്നേക്കുമായി കുരുതി കൊടുത്തേക്കാവുന്ന ഒരുപാട് സാഹചര്യങ്ങൾ രാജ്യത്ത് വംശീയതയുടെ, രാജ്യത്ത് കലാപത്തിന്റെ ദിനരാത്രങ്ങൾ തീർച്ചയായും BJP സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ
യാതൊരു സംശയവുമില്ല. രാജ്യത്തെ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് ഇതിനെ പ്രതിരോധിക്കണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ അവസരത്തിൽ പറയുന്നത്. കാടിളക്കി നാടിളക്കി വിഗ്രഹവൽക്കരിച്ച് കൊണ്ടാടപ്പെടുന്ന നരേന്ദ്രമോദി ഊതിവീർപ്പിച്ച ബലൂണാണ് എന്ന് നിരന്തരമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ വിളിച്ചു പറയുന്നത് അതാണ്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ BJP എന്താണ് പറയാൻ പോകുന്നത്, BJP എന്തായിരിക്കും BJP മുന്നോട്ട് വെക്കുന്ന ആശയം എന്നൊക്കെ എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയ ഉത്തരവാദിത്തമുണ്ട്. അത് ഭരണഘടനാ സ്ഥാപനമാണ്. ജനാധിപത്യം ഇങ്ങനെ ശൂന്യതയിൽ നിലനിൽക്കുന്ന ഒന്നല്ല, മറിച്ച് അതിനെ താങ്ങി നിർത്തുന്ന തൂണുകളുണ്ട്. അതിനെ താങ്ങി നിർത്തുന്ന തൂണുകൾ ദുർബലമായി കൊണ്ടിരിക്കുകയാണ്. എന്താണ് നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹിന്ദുക്കളെ നിങ്ങളുടെ സ്വത്തുകൾ കവർന്നുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോവുകയാണ് എന്ന്. എത്രമാത്രം മതസ്പർദ്ധയുണ്ടാക്കുന്ന, വിഭാഗീയതയുണ്ടാക്കുന്ന, വിഭജനമുണ്ടാക്കുന്ന വൃത്തിഹീനമായ പ്രസ്താവന ഏതെങ്കിലും RSSകാരൻ ഏതെങ്കിലും അങ്ങാടിയിൽ നിന്ന് നടത്തുന്ന പ്രസംഗത്തെ കുറിച്ചല്ല ഈ പറയുന്നത്. കാളമൂത്ര പ്രസംഗം നടത്തുന്ന RSSകാരെ BJPക്കാരെ ടൗണുകളിലൊക്കെ നമുക്ക് കാണാറുണ്ട്. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി പദവിയിലിരുന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെ പ്രതിഭാശാലികളായ പ്രതിഭാധനരായ അനേകം പ്രധാനമന്ത്രിമാർ വഹിച്ച സ്ഥാനത്തിരുന്നു കൊണ്ട് രാജ്യത്തെ ലോകത്തിന്റെ മുന്നിൽ അപമാനിക്കുന്ന പ്രസ്താവനയാണ് നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് മോഡിയുടെ പദ്ധതിയും പ്ലാനും എന്ന് വളരെ കൃത്യമായി നമുക്കറിയാം. ഗുജറാത്തിലെ കലാപത്തിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ നെറുകയിലേക്ക് കടന്നു വന്ന നരേന്ദ്രമോദി രക്തച്ചാലുകൾ തീർത്ത് മനുഷ്യ കബന്ധങ്ങൾ തീർത്തുകൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ നെറുകയിലേക്ക് എത്തിയത് എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അതുകൊണ്ട് തന്നെ ഇവിടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള CPM ഉൾപ്പെടെയുള്ള പാർട്ടികളോട് പറയാനുള്ളത്, ഈ നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുമ്പോ അമിത്ഷായും യോഗി ആദിത്യനാഥുമൊക്കെ അതിന്റെ ചുവട് പിടിച്ച് ഒന്നുകൂടി അതിനെ കൊഴുപ്പിക്കുമ്പോ സ്ഥിതി വിവര കണക്കുകൾ വെച്ചിട്ട് ഇവിടെ മുസ്ലിങ്ങളിൽ മാത്രം കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നില്ല, എല്ലാ സമുദായത്തിലും പുതിയ കാലത്ത് കുഞ്ഞുങ്ങൾ കുറഞ്ഞതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിനകത്തും കുറഞ്ഞിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് സംവാദത്തിന്റെ വാതിലല്ല, സംവാദ രാഷ്ട്രീയത്തിന്റെ വാതിലല്ല നരേന്ദ്രമോദി തുറന്നിരിക്കുന്നത്. നരേന്ദ്രമോദി പറയുന്നത് പച്ചയായ വർഗീയതയാണ്. നുഴഞ്ഞുകയറ്റക്കാർ ആരാണ്? നുഴഞ്ഞുകയറ്റക്കാർ എവിടുന്ന് നുഴഞ്ഞു കയറി എന്നൊന്നും കോൺഗ്രസ് അത്തരം ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മൾ സാധാരണ പറയാറില്ലേ, കുത്താൻ വരുന്ന പോത്തിനു മുന്നിൽ വേദമോദിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ ഒരു രാഷ്ട്രീയ സംവാദത്തിന്റെ വാതിലല്ല നരേന്ദ്രമോദി തുറന്നു വച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? നിഷ്കളങ്കമായ ചോദ്യമാണ് ചില രാഷ്ട്രീയ നേതാക്കന്മാർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് രാജ്യത്തിന്റെ സ്വത്ത് വിഭജിച്ചു കൊടുക്കുക? മോഡിക്കുള്ള മറുപടിയാണ്. ഇങ്ങനെയാണോ മോഡിക്ക് മറുപടി പറയേണ്ടത്? മോഡി ഉദ്ദേശിക്കുന്നത് എന്താണ്? മോഡി മുന്നോട്ട് വെക്കുന്ന പോളറൈസേഷൻ എത്രമാത്രം ഭീകരവാദമാണ് എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ന്യൂനപക്ഷ പീഡനവും ഇടുങ്ങിയ മതസ്വാതന്ത്ര്യവും ഒക്കെ രാജ്യത്ത് ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുമ്പോ ഇന്ത്യ മഹാരാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രം നമുക്കുണ്ടായിരുന്നു. പശുരാഷ്ട്രീയത്തിന്റെ പേരിൽ ഇന്ത്യ വിഭജിക്കാൻ ശ്രമിച്ചപ്പോ അനുവദിക്കാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. വിഭജന രാഷ്ട്രീയത്തിന് ഇന്ത്യൻ മണ്ണിൽ ഇടമില്ല എന്ന് പറഞ്ഞ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും ജീവനു തുല്യം സ്നേഹിച്ച ഒരു പ്രതിഭാശാലികളായ നക്ഷത്ര തുല്യരായ നേതാക്കന്മാർ ഇന്ത്യക്കുണ്ടായിരുന്നു. അതൊക്കെ ഭൂതകാലത്തിലെ ഓർമ്മകൾ മാത്രമായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ ഒക്കെ രാജ്യത്ത് സാഹചര്യം രൂപപ്പെട്ടു വരുമ്പോ BJPയുടെ B ടീമായി കോൺഗ്രസിന് ഇന്ത്യയിലെ RSSന്റെ കടന്നുകയറ്റത്തെ ഇല്ലായ്മ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം A ടീമും B ടീമും കളിച്ചാൽ A ടീമാണ് ജയിക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ വലിയ ഗവേഷണ പാഠവും വലിയ ബുദ്ധിയുമൊന്നും ആവശ്യമില്ല. നരേന്ദ്രമോദി
മോഡിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ എങ്ങനെയാണ് നാളിതുവരെയായി നേരിട്ടത്? BBC ഓഫീസ് റെയ്ഡ് ചെയ്തു, അവരുടെ സാമ്പത്തിക ഇടപാടുകൾ തടഞ്ഞുവെച്ചു. എന്തായിരുന്നു കാരണം? BBC ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിക്ക് കൃത്യമായ പങ്കുണ്ട് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാലോകരോട് വിളിച്ചു പറഞ്ഞു. അതുമാത്രമാണ് BBC ചെയ്ത തെറ്റ്. BBC-യുടെ പ്രവർത്തനത്തെ ഇല്ലാതെയാക്കുവാൻ സാധിച്ചു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ, ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കെതിരെ മാത്രമാണ് നരേന്ദ്രമോദി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന്? സഞ്ജീവ് ഭട്ട് എന്ന് പറയുന്ന ഒരു സത്യസന്ധനായ IPS ഓഫീസർ ഇന്ത്യയിലെ കാരാഗ്രഹത്തിൽ ഇന്നും കഴിയുന്നുണ്ട്. അദ്ദേഹം എന്തിനാണ് അങ്ങനെ കാരാഗ്രഹത്തിൽ കഴിയുന്നത്? മതസ്പർദ്ധയുണ്ടാക്കിയ പ്രസ്താവന നടത്തിയതിന്റെ പേരിലാണോ? പാകിസ്ഥാന് വേണ്ടി സിന്ദാബാദ് വിളിച്ചതിന്റെ പേരിലാണോ? അഴിമതി നടത്തിയതിന്റെ പേരിലാണോ? അല്ല. സത്യസന്ധമായി സംഘ് പരിവാർ ഫാഷിസത്തിന്റെ ഇംഗിതത്തിനു വഴങ്ങാതെ സമൂഹത്തോട് സത്യസന്ധമായി കാര്യങ്ങൾ വിളിച്ചു പറയുകയും തന്റെ പ്രൊഫഷനിൽ സത്യസന്ധത കാണിച്ചു ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ സത്യത്തിനോട് 100% കൂറു പുലർത്തി എന്നതായിരുന്നു അദ്ദേഹം ചെയ്തിട്ടുള്ള തെറ്റ്. അദ്ദേഹത്തെ ജയിലിലടച്ചു. മനുഷ്യാവകാശ ലംഘനം രാജ്യത്ത് വ്യാപകമായി കൊണ്ടിരിക്കുന്നു. തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ കൽത്തുറങ്കിലടച്ചുകൊണ്ടിരിക്കുന്നു. UAPA പോലെയുള്ള കരിനിയമങ്ങൾ ചാർത്തി അവരെ ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാള് എവിടെയാ ഉള്ളത്? അങ്ങനെ നിരവധി രാഷ്ട്രീയ നേതാക്കന്മാരെ കൊണ്ട് തിഹാർ ജയിൽ ഉൾപ്പെടെയുള്ള രാജ്യത്തെ ജയിലുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. BJP ഇതര നേതാക്കളെ, BJP ഇതര പാർട്ടികളെ ഇല്ലാതെയാക്കുമെന്നാണ് നരേന്ദ്രമോദിയും കൂട്ടരും നിരന്തരമായി രാജ്യത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഒരുമിച്ചു നിൽക്കേണ്ട സന്ദർഭമാണിത്. വയനാട്ടിലെ തെരഞ്ഞെടുപ്പിനെ പറ്റി ഞാൻ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. വയനാട്ടിലെ തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് ഇങ്ങനെ B ടീം കളിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഈ തവണ ഇന്ത്യ മഹാരാജ്യത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രഗത്ഭനും പ്രമുഖനുമായ സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ 1 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതാക പോലും വേണ്ടെന്നു വെച്ചതിന്റെ പൊരുൾ എന്താണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാ? അവിടെ UDF-ലെ രണ്ടാം കക്ഷിയായ മുസ്ലിം ലീഗിന്റെ പതാക കൂടി ഉയർത്തി വെക്കേണ്ടി വരും. അങ്ങനെ ഉയർത്തിവെച്ചാൽ അത് ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ BJP പാകിസ്ഥാന്റെ പതാകയുമായിട്ട് കോൺഗ്രസിന്റെ പതാക ഇതാ കൂട്ടിപ്പിടിച്ചിരിക്കുന്നു, കൂട്ടിക്കെട്ടിയിരിക്കുന്നു എന്ന പ്രചരണം നടത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിന്റെ കൊടിയും വേണ്ട, ലീഗിന്റെ കൊടിയും വേണ്ട എന്ന് തീരുമാനമെടുത്തത്. മുസ്ലിം ലീഗുകാരോട് ആ വിഷയത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പക്ഷേ സ്വന്തം പതാക പോലും ഉയർത്താതെ എങ്ങനെയാണ് കോൺഗ്രസിന് സത്യസന്ധമായി നീതിപൂർവകമായി ഈ പോരാട്ടത്തിന് നേതൃത്വം വഹിക്കാൻ സാധിക്കുക എന്നുള്ള ന്യായമായ ആശങ്ക ഞങ്ങൾക്കല്ല, ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ബേജാറും ഭീതിയുമായിട്ട് പോയാല് ഈ രാജ്യത്തെ RSSന്റെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ കഴിയുകയില്ല എന്നുള്ള തിരിച്ചറിവ് ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട്. ദേശസ്നേഹവും ദേശഭക്തിയുമൊക്കെ സൃഷ്ടിച്ചുകൊണ്ട്, വ്യാജ ദേശഭക്തിയും ദേശസ്നേഹവും സൃഷ്ടിച്ചുകൊണ്ടാണ് BJP ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗങ്ങളെ 20 കോടിയോളം വരുന്ന മുസ്ലിങ്ങളെ കുറഞ്ഞ ദിവസം കൊണ്ട് അങ്ങില്ലാതെയാക്കാമെന്നൊന്നും ഇന്ത്യ രാജ്യത്തെ RSS വിചാരിക്കേണ്ടതില്ല എന്നുകൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ രാജ്യത്തെ RSSനെതിരെ, വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരെ പോരാട്ടത്തിന്റെ മുൻപന്തിയിൽ ഒരുപാട് സഹോദരങ്ങളുണ്ട്. സഞ്ജീവ് ഭട്ടുണ്ട്, ടീസ്ത സെറ്റൽവാദ് ഉണ്ട്, നിരവധി നേതാക്കളുണ്ട്, ലാലു പ്രസാദ് യാദവ് ഉണ്ട്, എത്രയോ നേതാക്കളുണ്ട്. അവരെല്ലാം ഈ രാജ്യത്ത് RSSനെതിരെ സമരം ചെയ്യുന്നവരാണ്, പോരാടിക്കൊണ്ടിരിക്കുന്നവരാണ്. ആ അർത്ഥത്തിൽ ഈ രാജ്യത്തെ നമുക്ക് വീണ്ടെടുക്കുവാൻ സാധിക്കും എന്ന തികഞ്ഞ പ്രതീക്ഷയും
പ്രത്യാശയുമാണ് നമുക്ക് ഓരോരുത്തർക്കുമുള്ളത്. ഇവിടെ ഏക സിവിൽ കോഡ്, NRC, CA ഒക്കെ നടപ്പിലാക്കും എന്ന് നിരന്തരമായി പറഞ്ഞ് അതൊക്കെ വോട്ടാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 22-ന് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അന്ന് രാഷ്ട്രീയ നിരീക്ഷകന്മാരൊക്കെ പറഞ്ഞു, ഇത് BJP വലിയ സംഭവമായിട്ട് കൊണ്ടുവരുന്നുണ്ട് എങ്കിലും ഇതിന് പഴയ പോലെയുള്ള കയ്യടി കിട്ടില്ല. ഇതിന് ആ കാര്യം രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവമൊന്നുമല്ല. കൃത്യമായി അവരുടെ നിരീക്ഷണത്തെ പൂർണ്ണമായും യാഥാർത്ഥ്യവൽക്കരിക്കുന്ന വിധത്തിൽ അത് യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ് പിന്നീട് കണ്ടത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ രാമക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ചൊന്നും കാര്യമായി BJP പറയുന്നില്ല. അത് ക്ലിക്കാവുന്നില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഒന്നാം ഘട്ടത്തിൽ അത്തരം ചെറിയ ചെറിയ ചില കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. NRC, CA എന്നൊന്നും ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ പോയിട്ട് പറഞ്ഞാൽ, ഏക സിവിൽ കോഡ് എന്നൊന്നും പറഞ്ഞാൽ വലിയ രൂപത്തിൽ ക്ലിക്കാവില്ല. കാരണം അവിടെ BJP ഭരിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിന്റെ അധികാരം മാറി മാറി നിയന്ത്രിച്ച് ഭരിച്ചവർ അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകില്ല. എന്നാൽ ഇതാ മുസ്ലിങ്ങളെ ആട്ടിപ്പുറത്താക്കാൻ പോകുന്നു, മുസ്ലിങ്ങൾക്ക് നിങ്ങളുടെ അവകാശങ്ങൾ ഇതാ കോൺഗ്രസ് കൊടുക്കാൻ പോകുന്നു, നുഴഞ്ഞുകയറ്റക്കാരാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് ക്ലിക്കാകുമെന്ന് കരുതി അതിവൈകാരികതയുടെ അതിവർഗീയതയുടെ കാട് കൊണ്ടാണ് നരേന്ദ്രമോദി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ ഇത് അപകടത്തിൽ കൊണ്ട് എത്തിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പലരും നിശബ്ദരാണ്. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അയകൊയമ്പൻ നിലപാടാണ് ഈ വിഷയത്തിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. CPM-ഉം അത്തരത്തിലും മറ്റു രാഷ്ട്രീയ പാർട്ടികളെല്ലാം നിലപാട് സ്വീകരിക്കുമ്പോൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ ചരിത്രപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഏകോദര സഹോദരങ്ങളോ പോലെ വസിക്കുന്ന ഒരു ഇന്ത്യയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. അതിന്റെ സമരപാതയിലാണ് പാർട്ടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. SDPIയെ കുറിച്ച് പല ആരോപണങ്ങളും പലരും ഉന്നയിക്കാറുണ്ട്. ഞാൻ ആരോപണങ്ങൾക്കൊന്നും ഇപ്പോൾ മറുപടി പറയുന്നില്ല. ഞങ്ങൾ ഇന്ത്യയിൽ സാമൂഹിക ജനാധിപത്യം പൂവണിയണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. ഇന്ത്യൻ മതനിരപേക്ഷതയും ഇന്ത്യൻ ജനാധിപത്യവും ബഹുസ്വരതയും നിലനിൽക്കണം. ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകൾക്കും അവരുടെ അവകാശങ്ങൾ അർഹമാം വിധത്തിൽ അവർക്ക് ലഭിക്കണം. അതിന് ആവശ്യമായ വിധത്തിലുള്ള രാഷ്ട്രീയ പരിഷ്കരണം രാജ്യത്തുണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ അവസരത്തിൽ മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, കേരളത്തിൽ ഇതിന്റെയൊക്കെ ഫലമായിട്ട് രാജ്യത്തെ തെരഞ്ഞെടുപ്പിലെ മുസ്ലിം സ്ഥാനാർത്ഥികളുടെ എണ്ണം നോക്കൂ. കോൺഗ്രസ് പോലും CPM പോലും അർഹമായ വിധത്തിലുള്ള ഒരു പ്രാതിനിധ്യം കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഞാൻ മതം തിരിച്ചുള്ള കണക്ക് പറയുകയല്ല, ഞങ്ങൾ അങ്ങനെ കണക്ക് പറയുന്നവരുമല്ല. രാജ്യത്തെ ക്രൈസ്തവരും രാജ്യത്തെ ഹൈന്ദവരും രാജ്യത്തെ മുസ്ലിങ്ങളും മതമുള്ളവരും മതമില്ലാത്തവരുമെല്ലാം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പതാകയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പതാക. ഈ ബാലുശ്ശേരിയിൽ നിന്ന് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് സന്നിഗ്ധമായ ഭാഷയിൽ പറയുന്നു, ഇന്ത്യയിലെ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ, പൊതുതെരഞ്ഞെടുപ്പുകളിൽ, ഉപതെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ട്. എവിടെ നിന്നെങ്കിലും വർഗീയ പ്രചാരണം നടത്തുന്ന ഒരു ചീന്ത് പേപ്പർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പതാക ഞങ്ങൾ താഴ്ത്തിക്കിട്ടും. തികഞ്ഞ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഒരിടത്തും അങ്ങനെ പ്രചാരണങ്ങൾ നടത്തിയിട്ടില്ല. ഞങ്ങൾ വിഭജനത്തിന് വേണ്ടി ഒരിടത്തും അത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ടില്ല. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ഒരുമിപ്പിച്ചു നിർത്തി മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത്. ഇവിടെ വടകരയിലെ ഷാഫി മത്സരിച്ചു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വടകരയിൽ വലിയ തോതിലുള്ള വർഗീയ ധ്രുവീകരണം നടന്നുകൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ മുമ്പും വർഗീയ ധ്രുവീകരണങ്ങൾ നടന്നു എന്നൊക്കെ പറയപ്പെടുന്നു. ഞാനതിൻ്റെ മെറിറ്റിലേക്ക്, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത്, UDF ആയാലും LDF ആയാലും
വർഗീയ പ്രചാരണങ്ങൾ നടത്തി ഈ നാടിനെ നിങ്ങൾ കുട്ടിച്ചോറാക്കരുത്, ഈ നാട്ടിലെ ഈ സംഘർഷ സാധ്യതയെ ഇല്ലാതെയാക്കിക്കൊണ്ട് സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി രാജ്യത്ത് ജീവിക്കുന്ന ഒരു കാലാവസ്ഥ ഉണ്ടാവേണ്ടതുണ്ട്. CPM-ഉം കോൺഗ്രസും എല്ലാം തങ്ങൾക്ക് അവസരം കിട്ടുന്ന സന്ദർഭങ്ങളിൽ നരേന്ദ്രമോദിയുടെ അത്ര വരില്ല എങ്കിലും ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും ഒക്കെ സമീകരിച്ച് സംസാരിക്കുന്നത് കാണാൻ കഴിയാറുണ്ട്. അധസ്ഥിത പിന്നോക്ക ജനവിഭാഗത്തിന്റെ രാഷ്ട്രീയ മുന്നേറ്റത്തിനായി നാം പടുത്ത പ്രസ്ഥാനങ്ങളെ വർഗീയവൽക്കരിക്കാനും തീവ്രവാദ മുദ്ര ചാർത്തുവാനും ഒക്കെ ശ്രമിക്കുന്നത് കാണാറുണ്ട്. അത്തരം നിലപാടുകളിൽ നിന്നെല്ലാം മാറി കോൺഗ്രസും CPM-ഉം രാജ്യത്തെ മുഴുവൻ പാർട്ടികളും BJP-ക്കെതിരെ കൈകോർത്തു പിടിക്കേണ്ട സന്ദർഭമാണ് ഈ രാജ്യത്താഗതമായിരിക്കുന്നത്. രാഷ്ട്രീയമല്ല പ്രധാനം, രാഷ്ട്രമാണ് പ്രധാനമെന്നുള്ള തിരിച്ചറിവ് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഉണ്ടാകേണ്ടതുണ്ട്, മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാകേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആവർത്തിച്ചൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ പ്രജകളല്ല, ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ പൗരന്മാരാണ്. രാജ്യത്തിന്റെ ഭരണഘടനയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള പൗരാവകാശം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും നൽകുവാൻ ഭരണാധികാരികൾക്ക് ബാധ്യസ്ഥതയുണ്ട്. അത് നരേന്ദ്രമോദിയല്ല, 1000 നരേന്ദ്രമോദി വന്നാലും അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉശിരൻ പോരാട്ടത്തിന്റെ പ്രഭാതങ്ങളാണ് നമ്മളെ തേടി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസരം സംജാതമായിരിക്കുന്നു എന്നാണ് സാഹചര്യങ്ങള് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ മതനിരപേക്ഷതയുടെ ബഹുസ്വരതയുടെ സംരക്ഷണത്തിനായി, അതിന്റെ പോരാട്ടത്തിനായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ